class we are going to discuss about the financial system. ഈ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ് എന്നതിനെക്കുറിച്ചും അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നതുമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Financial system or financial sector, both are same. It is an intermediary in the sense that it facilitates the flow of fund from the area of surplus to the areas of deficit. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം ഓർ ഫിനാൻഷ്യൽ സെക്ടർ ഫങ്ഷൻ ആസ് ആൻ ഇൻ്റർമീഡിയറി. ആ ഇൻ്റർമീഡിയറി എന്ന് പറയുമ്പോൾ നമ്മൾ നടുക്ക് നിൽക്കുന്ന ഒരാളാണ്. ആ ഇൻ്റർമീഡിയറിയുടെ റോൾ എന്താ? They facilitates flow of funds from the areas of surplus to the areas of deficit. അതായത് സർപ്ലസ് ഉള്ളിടത്തുനിന്ന് ഡെഫിസിറ്റ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഫങ്ഷനിങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് the financial system or the financial market or financial sector consists of financial institutions, financial markets, financial instruments and financial service. Therefore, various components of financial system are financial institutions, financial markets, financial instruments and financial services. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു 4 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റും ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. One important definition regarding financial system is that financial system consists of a variety of institutions, markets and instruments related in a systematic manner and provides the principal means by which savings are transformed into investment. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതെല്ലാം കൂടി ഉള്ളതാണ്, എല്ലാം കൂടി കൺസിസ്റ്റ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ റിലേറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് പ്രൊവൈഡ്സ് ദി മീൻസ് ബൈ വിച്ച് സേവിങ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആ ഒരു വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സിനെ എല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓർ ഫിനാൻഷ്യൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ആൻഡ് പ്രൊവൈഡ്സ് ദ പ്രിൻസിപ്പൽസ് മീൻസ് ബൈ വിച്ച് സേവിങ്സ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. Then various functions of financial system. Various functions of financial system includes saving function. That is, saving function is the mobilization of savings and channelize them to productive activities. The first function എന്ന് പറയുന്നത് സേവിങ് ഫംഗ്ഷൻ ആണ്. ഇവിടെ സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് ചാനലിലേക്ക് അതിനെ ചാനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഈസ് ലിക്വിഡിറ്റി ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ. അതായത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണോ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൻ്റെ തന്നെ ഫേസ് വാല്യൂ തിരിച്ച് കിട്ടുന്ന അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലിക്വിഡിറ്റി, അതായത് വലിയ വാല്യൂ ലോസ് ഇല്ലാതെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഇൻസ്ട്രുമെൻസിനെ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റുപ്പിയോട് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫേസ് വാല്യൂ ഉള്ള സാധനങ്ങൾ, മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അവൈലബിൾ ആക്കുന്നു എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് then third function is payment function. Payment function offers it provides a very convenient mode of payment for goods and services. Very convenient mode of payments. നമ്മൾക്കത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നമ്മൾക്കറിയാം നമ്മുടെ മോഡ് ഓഫ് പേയ്മെൻറ്റ്സ് ആർ വെരി കൺവീനിയൻറ്റ്. ചെക്ക് സിസ്റ്റം ഉണ്ട്, ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്, ഇപ്പോൾ നമ്മുടെ കുറേ ഇന്നോവേഷൻസ് ഉണ്ട്. നമ്മുടെ കോസ്റ്റ് ആൻഡ് ടൈം ഓഫ് ട്രാൻസാക്ഷൻസ് ആർ കൺസിഡറബിളി റിഡ്യൂസ്ഡ് ഡ്യൂ ടു ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾക്ക് വെരി ഇക്കണോമിക്കൽ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ റിസ്ക് ഫംഗ്ഷൻ ആണ്. റിസ്ക് ഫംഗ്ഷൻ മീൻസ് it provides, financial system provides some protections to life, health and income. നമുക്കറിയാം ഈ കുറേ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ റിസ്ക് ഫംഗ്ഷൻ. അത് പ്രൊട്ടക്ഷൻ നമ്മുടെ ലൈഫിനാവാം, ഹെൽത്തിനാവാം, ഇൻകത്തിനാവാം, അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ള ഫംഗ്ഷൻ കൂടി ഉണ്ട്. ദെൻ ഇൻഫർമേഷൻ ഫങ്ഷൻസ്.
Information function means they provides informations regarding price related matters. എന്താണ് ഒരു ഇക്കോണമിയിലുള്ള ചേഞ്ചസ്, എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എങ്ങനെയാണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇൻഫർമേഷൻ ഫങ്ഷൻസ് ആർ ഓൾസോ മെയ്ഡ് അവൈലബിൾ ത്രൂ ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ദെൻ transfer functions. That is, transfer function is nothing but transfer of resources from the area, ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് അക്രോസ് ദി ജോഗ്രാഫിക്കൽ ബൗണ്ടറീസ്. അതായത് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് അക്രോസ് ജിയോഗ്രാഫിക്കൽ ഏരിയ പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ് അനദർ ഫംഗ്ഷൻ. ദെൻ സെവൻത് ഫംഗ്ഷൻ ഈസ് റിഫോർമേറ്ററി ഫംഗ്ഷൻസ്. റിഫോർമേറ്ററി ഫംഗ്ഷൻസ് മീൻസ് ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് നമ്മൾ ഇന്ന് പറയുന്നതിനാണ് റിഫോർമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുക. ഇൻട്രൊഡ്യൂസസ് വേരിയസ് ടൈപ്സ് ഓഫ് ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസ് as well as assets, instruments in the മാർക്കറ്റ്. അതായത് ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് നമ്മൾ അത് ഈ ഇന്നോവേഷൻസ് ഒക്കെ നമ്മളുടെ കൺവീനിയൻസ് കൂട്ടാനുള്ളതാണ്. ഇങ്ങനെയുള്ള കുറേ റിഫോർമേറ്റീവ് ഫംഗ്ഷൻസ് ഇക്കോണമിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആൻഡ് അതർ ഫങ്ഷൻസ് ഇൻക്ലൂഡ്സ്, ദ ലാസ്റ്റ് വൺ ഈസ് അതർ ഫങ്ഷൻസ്. നമ്മുടെ ക്യാപിറ്റൽ ഫോർമേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ പ്രോജക്റ്റ് ഫൈനാൻസിങ് ഹെൽപ്പ് ചെയ്യുന്നു, പെർഫോമൻസ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സം അതർ ഫങ്ഷൻസ്. ദാറ്റ് ഈസ് അതർ ഫങ്ഷൻസ് ഇൻക്ലൂഡ് സെലക്ഷൻ ഓഫ് പ്രോജക്റ്റ്, റിവ്യൂ ഓഫ് പ്രോജക്ട്സ്, ക്യാപിറ്റൽ ഫോർമേഷൻ, etc. by the financial systems. Therefore, some of the important functions of financial systems are saving function, liquidity function, payment function, risk function, information function, transfer function, reformative function, terry functions and other functions. Therefore, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട കാര്യം. സേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേവിംഗ് മൊബിലൈസ്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ വാല്യൂ സ്റ്റെബിലിറ്റി തരിക എന്നുള്ളതാണ്. പേയ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺവീനിയൻറ്റ് ആൻഡ് ഇക്കണോമിക്കൽ മീൻസ് ഓഫ് പേയ്മെൻറ്റ്. റിസ്ക് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ്, ലൈഫിന് ഹെൽത്തിന് പ്രൊവൈഡ് ചെയ്യും. ഇൻഫർമേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫർ ഫങ്ഷൻസ്. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ് അക്രോസ് ജിയോഗ്രാഫിക്കൽ ഏരിയാസ്, കുറേ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് റിഫോർമേറ്ററി ഫങ്ഷൻസ്. അതർ ഫങ്ഷൻസിൽ നമുക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അത് പ്രോജക്റ്റ് റിവ്യൂ ചെയ്യുന്നു, ക്യാപിറ്റൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളതിൽ പഠിക്കേണ്ടത്. ഇത്രയാണ് ഒരു ഫങ്ഷൻസ്. ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന ഫങ്ഷൻസ് തന്നെയാണ്. നമ്മളുടെ ചുറ്റും നമ്മൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ ഇത്രയും നമ്മൾക്ക് ഈ ഹെൽപ്പുകളൊക്കെ കിട്ടുന്നത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്ടർ ഉള്ളത് കൊണ്ടാണ്. അത് തന്നെയാണ് ഇവിടെ സിമ്പിളായിട്ട് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഈ 8 പോയിന്റ്സും ഓർത്ത് വയ്ക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മളുടെ ഇക്കോണമിയുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ്, ഒന്നുകൂടി അതിനെ ട്വിസ്റ്റ് ചെയ്ത് എഴുതുന്നു എന്ന് മാത്രം. ആദ്യം it fosters saving habits and accelerates investment. നമ്മൾക്കറിയാം ഏത് ഫിനാൻഷ്യൽ സിസ്റ്റവും the most important function is the enhancement of saving habits and promotion of investment. ഈ പ്രൊമോഷൻ ഓഫ് സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാവുള്ളൂ. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു ഇക്കോണമിയുടെ ക്യാപിറ്റൽ എത്രമാത്രം അവർക്ക് ഫോർമേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ സേവിങ് കളക്ട് ചെയ്തിട്ട് അതിന് ഇൻവെസ്റ്റ്മെൻറ്റിനെ എനേബിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് this financial system with respect to the economic development. Or economic developments are made possible by pooling savings and this pooled savings are used for the investment and for the economic development. ഇതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. സെക്കൻഡ് വൺ, ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇൻഡസ്ട്രിയൽ സെക്ടർ itself depends upon the capital market, and this capital market provides various types of or 2 types of capital. One is fixed capital, the other one is variable capital or working capital
capital. Fixed capital is used for the purchasing of fixed assets, and working capital or the variable capital is used for the purchase of raw materials, payment of wages, etc. ഇതാണ് ഈ ഒരു ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഇൻഡസ്ട്രി അതുപോലെയുള്ള സെക്ടേഴ്സ്, അതുപോലെ അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, ഇതിനൊക്കെ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അതും ലോങ് ടേം പ്രൊവിഷൻസ് ആണ് വേണ്ടത്. ഇങ്ങനെ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. Therefore, financial system enhances the growth of capital market, and this capital market contributes towards the economic development. And third one, development of foreign exchange market. നമ്മൾക്കറിയാം ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് കൂടിയാണ് നമ്മളുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഫോറിൻ മണി ഇങ്ങോട്ട് നമ്മുടെ മാത്രം ക്യാപിറ്റൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഫോറിൻ കൺട്രീസ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതുപോലെ കൺട്രിയുടെ കറൻസികൾ കൺവേർട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. അതായത് നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബലൈസേഷൻ സിറ്റുവേഷൻസിൽ നമ്മൾ ഒരിപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരിച്ചുള്ള കൺട്രിയിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് is also is a part of financial system, and this foreign exchange market helps for the economic development. Then strengthens government securities market and gilt edged market. നമ്മൾക്ക് gilt edged മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ ഫേസ് വാല്യൂ കൂടുതലായിരിക്കും, അൺസർട്ടിനിറ്റി ഇല്ല, അങ്ങനെയുള്ള കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ പീരീഡ് കുറവായിരിക്കും. നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് അതിൻ്റെ മൂല്യം എത്ര, അല്ലെങ്കിൽ അവർ പറയുന്ന പൈസ എത്രയാണോ അതിൻ്റെ വാല്യൂ അതിൽ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീച്ചർ ഉള്ളതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇങ്ങനെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ദാറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റം സ്ട്രെങ്തൻ ദിസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് ഗിൽറ്റ് എഡ്ജ്ഡ് മാർക്കറ്റ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് സ്മോൾ സേവിങ്സ് ആണെങ്കിലും ഇതാണ് നമ്മളുടെ ക്യാപിറ്റൽ ഫോർമേഷന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിനും ഇക്കണോമിക് ഡെവലപ്മെൻറ്റും യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം വലിയ വലിയ പ്രോജക്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഹ്യൂജ് ക്യാപിറ്റൽ ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫിനാൻഷ്യൽ സിസ്റ്റം, ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഒരു ഇക്കോണമിയുടെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റാണ് ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ എപ്പോഴും ഉയർത്തി കാട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആക്കുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ആ ഫിനാൻഷ്യൽ സിസ്റ്റം അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ക്യാൻ ഹെൽപ്പ് ടു ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് is made enable or it is made possible through the financial system, and this infrastructure development is key to economic development. And then another one is development of trade. Development of trade is also, or another important sector which contributes towards economic development is the trade sector of trade both internal as well as international. And we know that international trade requires huge cost, or it needs huge capital for functioning. Both import and exports needs huge capital, and this is made available through the ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബോത്ത് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ട്രേഡ്. രണ്ടിനും നമ്മൾക്ക് ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ആ ക്യാപിറ്റൽ പോസിബിൾ ആക്കും. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, സർപ്ലസ് ആയിട്ടുള്ളതിനെ എക്സ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യലും, ഇതൊക്കെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ്. നമ്മുടെ പ്രൊഡക്റ്റീവ് സെക്ടറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ്. ഇതൊക്കെ മെയ്ഡ് പോസിബിൾ ത്രൂ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, ആൻഡ് ദിസ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫിനാൻഷ്യൽ സിസ്റ്റം, ആൻഡ് ദിസ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് and the interlink between the financial system finally contributes towards the economic development. Then another important point is employment generation. That is, employment generation is the most important factor for economic development, or provision of employment or reduction of unemployment is an important key points for economic development, and this financial sector provides a lot of job opportunities for the individuals or for the youngsters, and this helps in the economic development. That is, it is a means for income generation for the people, and this contributes towards the economic development. Then another one is entrepreneurship through
The development of entrepreneurship through the venture capital. Development or enhancement of entrepreneurship through venture capital means നമ്മൾ തുടങ്ങുമ്പോൾ ആവശ്യമുള്ള ക്യാപിറ്റൽ ഇല്ലേ, അതിനെയാണ് ഒരു പ്രോജക്റ്റ് തുടങ്ങാനൊക്കെ ആവശ്യമുള്ള ക്യാപിറ്റൽ. അങ്ങനെയുള്ള വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വെഞ്ചർ ക്യാപിറ്റലിന് പ്രൊവൈഡ് ചെയ്യാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് മിക്കവാറും ഫിനാൻഷ്യൽ. പക്ഷേ ഈ എൻ്റർപ്രനേഴ്സിനെയും ഇങ്ങനെ വെഞ്ചർ ക്യാപിറ്റലിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു വെഞ്ചർ ക്യാപിറ്റലിൻ്റെ എൻ്റർപ്രനർഷിപ്പ് ടാലൻറ്റ് ഡെവലപ്പ് ചെയ്ത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എൻ്റർപ്രനേഴ്സ് ആണ്. ദിസ് എൻ്റർപ്രനർഷിപ്പ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ ദി വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ദിസ് വെഞ്ചർ ക്യാപിറ്റൽ ഈസ് മെയിൻലി പ്രൊവൈഡഡ് ബൈ ദി ഫിനാൻഷ്യൽ സിസ്റ്റം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി ബാലൻസ്ഡ് ഗ്രോത്ത് മീൻസ് അത് ഒരു റീജിയണൽ ഇംബാലൻസസ് ഇല്ലാതെ എല്ലാ ഗ്രോത്തും റീജിയൻസിലും ഒരുപോലെ, അതുപോലെ എല്ലാ സെക്ടേഴ്സിലും ഒരുപോലെ ഗ്രോത്ത് എനേബിൾ ചെയ്യുക. അതായത് ഫിനാൻസിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പം റീജിയൻസ് ആയാലും സെക്ടേഴ്സ് ആയാലും ഡെവലപ്ഡ് ആണോ അണ്ടർ ഡെവലപ്ഡ് അങ്ങനെ ഒരു ഡിവൈഡ് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ മാറ്റിയിട്ട് എല്ലാ സെക്ടേഴ്സിനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെക്ടറും കൂടിയാണ് ഫിനാൻഷ്യൽ സെക്ടർ. ദിസ് ബാലൻസ്ഡ് ഗ്രോത്ത് ഈസ് എ മസ്റ്റ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. എപ്പോഴും ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടത് ബാലൻസ്ഡ് ഗ്രോത്ത് ആണ്. ഏതെങ്കിലും ഒരു സൈഡ് ലോപ്പ് സൈഡഡ് ആയിട്ട് വരികയാണെങ്കിൽ ഇറ്റ് കനോട്ട് ഹെൽപ്പ് ഫോർ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് മെ നോട്ട് ബി ദാറ്റ് മച്ച് ഫ്രൂട്ട്ഫുൾ എന്നുള്ള തിയറിയാണ് നമുക്ക് ഗ്രോത്ത് തിയറി നോക്കുമ്പോൾ അറിയാം. അങ്ങനെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദി ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ദിസ് helps to the economic development. Then 11th point is fiscal discipline and control of the economy. Fiscal discipline and control of the economy means ഒരു ഇക്കോണമിയിൽ നമുക്കൊരു കുറച്ചൊരു ഡിസിപ്ലിൻ വേണം ഇല്ല. നമ്മുടെ പൈസ ഫിസ്ക്കൽ എന്ന് പറയുന്നത് പൈസയുടെ, അതുപോലെ കൺട്രോൾ ഓഫ് ഇക്കോണമി, അതായത് ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുത്താതെ നമ്മുടെ കാര്യങ്ങളിലായാലും ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിലായാലും ഒരു ഡിസിപ്ലിൻ and a discipline is introduced. Not only the discipline, and a control is also necessary for economic development. Both this discipline and control of the economy is made enabled by the financial system or the financial sector. ഇൻഫ്ലേഷൻ ആയാലും ഡിഫ്ലേഷൻ ആയാലും രണ്ടും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത്രയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത കാര്യമാണ്. ഇതിനെ രണ്ടിനെയൊക്കെ ബാലൻസ് ചെയ്ത് നമ്മുടെ ഇക്കോണമിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ഇത് ചെയ്യുന്നത്, അതായത് RBI അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് അതിൻ്റെ അപ്പെക്സിൽ നിൽക്കുന്നത്. ഇത് ഹെൽപ്സ് ഫോർ ദി ഫിസ്ക്കൽ ഡിസിപ്ലിൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി economy. Then another one is they helps to attract the foreign capital. നമ്മൾ ഫോറിൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് നമ്മൾക്കറിയാം, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഫോറിൻ ക്യാപിറ്റലിനെ അട്രാക്ട് ചെയ്യുന്നതും പലതരത്തിലുള്ള പ്രോജക്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് they attract the foreign capital and this foreign capital is a contributory factor to the economic development. Then another one is economic integration. Economic integration of various countries are made possible through the financial system. നമുക്കറിയാം നമ്മുടെ പല കൺട്രിയുമായിട്ടും നമ്മുടെ ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത് കടം വാങ്ങിക്കുക അല്ലെങ്കിൽ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ വരുന്നത്. ദിസ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ബൈ മീൻസ് ഓഫ് ദി ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ദിസ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഈസ് ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം ഒരു ഇന്നത്തെ സിറ്റുവേഷനിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഒരു ഇന്നെവിറ്റബിൾ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റഗ്രേഷനാണ്. ആ ഇൻ്റഗ്രേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദി ഫിനാൻഷ്യൽ സിസ്റ്റം. അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറാണ്. ദെൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. ഒരു നല്ല ഫിനാൻഷ്യൽ സിസ്റ്റം വേണമെങ്കിൽ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഹൈലി പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ ഒരിക്കലും ഒരു വെൽ ഡെവലപ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഒന്ന് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എപ്പോഴും എല്ലാവരും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നാണ് ഒരു കണ്ടീഷൻ വയ്ക്കാറുണ്ട്. ദിസ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എപ്പോഴും മാറുന്ന ഗവൺമെൻറ്റുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. എപ്പോഴും ഗവൺമെൻറ് മാറുന്നതിനും അല്ലാത്തതിനും ഒക്കെ ഒരുപാട് ചിലവുകളുണ്ട്. അതുപോലെ ഇക്കോണമിയുടെ ഫങ്ഷനിങ്ങിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഈസ് മെയ്ഡ്
possible or it is ensured by the financial system, and it helps in the economic development. And another important point is uniform rate of interest. Uniform rate of interest across the region, across the world, is a contributory factor for the economic development. And this uniform rate of interest, it can be made or it can be ensured by a financial system if they want. നമ്മൾക്ക് അങ്ങനെ ഇപ്പോൾ എന്തായാലും കുറേയുള്ള പബ്ലിക് സെക്ടർ ബാങ്ക് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾക്കൊരു യൂണിഫോം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ പ്രൈവറ്റ് സെക്ടറിലും ഇപ്പോൾ RBI നമ്മൾക്കറിയാം RBI അതിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യൂണിഫോം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾക്ക് കുറേ കൺഫ്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരു യൂണിഫോം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഓർത്തിക്കേണ്ടത്. ഇത്രയും പോയിന്റ്സ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. ആ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം. സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ മാർക്കറ്റ് ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, then government securities market, infrastructure development of trade, generation of employment, entrepreneurship talent improve ചെയ്യുന്നു, balanced growth, fiscal disciplines and control of the economy, attracts foreign capital, economic integration, political stability and uniform interest rate. These are contributory factors to economic development. All these are made or it is ensured by the financial system. ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആണ് ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എൻഷുർ ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ് അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് അതിൽ ഫങ്ഷൻസ്. ഫിനാൻഷ്യൽ സിസ്റ്റവും ഇക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമുള്ളതാണ്. ഈ കോമ്പോണൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് അതിന് ഒരു ബേസ് കൊടുക്കുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ആ ഇൻ്റർലിങ്ക് ആണ് ഇവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്.